പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോയുടെ അവസാനം നാളത്തെ പ്രോമോയും ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ ദീപ്തി വേദയുടെ റൂമിന്റെ കഥകൾ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. വേദ അകത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, ആരാ ആരാ? ഒന്നും മിണ്ടാതെ ദീപ്തി തട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ വേദ വിക്രമനോട് ബാത്റൂമിൽ ഒളിക്കാൻ പറഞ്ഞിട്ട് വേദ കഥക് തുറക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ദീപ്തി അപ്പുറത്തെ റൂമിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു. വേദ അവിടെ നിന്ന് മാറുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ദീപ്തി ആ റൂമിലേക്ക് ഇടിച്ചു കയറുന്നു. വേദയും പുറകെ ഓടിച്ചിരുന്നുണ്ട്. എന്നിട്ട് എന്താ നീ ഇവിടെ? പുറത്തിറങ്ങാനല്ലേ പറഞ്ഞത്? അപ്പോൾ ദീപ്തി ചോദിക്കുകയാണ്, അല്ല ചേച്ചി ഇവിടെ ആരോടാ സംസാരിച്ചത്? ഞാൻ ഇവിടെ നിന്നൊരു സൗണ്ട് കേട്ടല്ലോ. അപ്പോൾ വേദ ആരോട് സംസാരിക്കാൻ? അത് പിന്നെ ഞാൻ ഫോണിൽ. അപ്പോൾ ദീപ്തി പറയാം, ഓ ഫോണിൽ സ്പീക്കർ ഇട്ട് സംസാരിച്ചു എന്ന് പറയാൻ വരുവാണോ? എനിക്കത് ഒന്നും കേൾക്കണ്ട. ഈ റൂമിൽ നിന്ന് ആരുടെ സൗണ്ടാണോ കേട്ടത് അതാ എനിക്ക് അറിയേണ്ടത്. ഇല്ലാതെ ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ദീപ്തി ആ കട്ടിലിൽ ഇരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ വേദ പെട്ടെന്ന് ചെന്ന് കഥ കടച്ചിട്ട് ദീപ്തിയോട് പറയുകയാണ്, ദീപ്തി ഞാൻ നിന്നോട് സത്യം പറയാം, വിക്രം അല്ല വരുണിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, ചേച്ചി പിന്നെയും ചേച്ചിയുടെ ഭർത്താവിനെ ന്യായീകരിക്കുകയാണോ? അപ്പോൾ വേദ പറയണ, അല്ല ഞാൻ പറയുന്നത് നീ ഒന്ന് മുഴുവനായിട്ട് കേൾക്ക്. വിക്രം അത് ഒരിക്കലും ചെയ്യില്ല. വിക്രം അന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ക്ലബിലായിരുന്നു. അപ്പോൾ ദീപ്തി എനിക്കൊന്നും കേൾക്കണ്ട. വിക്രമേട്ടനെ ചേച്ചി ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട. വേദ പറയാം, ഞാനൊന്ന് പറയട്ടെ. അന്ന് ആ പുള്ളിക്കൻ പറയുന്നത് കേട്ടിട്ടാ എല്ലാവരും വിക്രമിനെ തെറ്റിദ്ധരിച്ചത്. പുള്ളിക്കനാണെങ്കിൽ ഇപ്പോൾ ഒളിവിലും പോയിരിക്കുക. സത്യം എന്താണെന്ന് അറിയണ്ടേ? വിക്രം അന്ന് തന്നെ മറഞ്ഞിരിക്കുന്ന സ്ഥലം വാസവം കണ്ടുപിടിച്ച് വിക്രമിന്റെ കാലിൽ വെടിവെച്ചിരുന്നു. വിക്രം എനിക്ക് ലൊക്കേഷൻ അയച്ചെന്ന് ഞാൻ ആ വിക്രമിനെ രക്ഷപ്പെടുത്തിയത്. ഇഷിതയെ കൊണ്ട് ഞാൻ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞാൻ വിക്രമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ദീപ്തി ചോദിക്കുക, ഇങ്ങോട്ടോ? അപ്പോൾ വേദ പറയാം, അതെ ഇവിടെ തന്നെ ഉണ്ട് വിക്രം. എന്നിട്ട് വിക്രമിനോട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് വേദ പറയുന്നു. അപ്പോൾ ദീപ്തി ഇതെല്ലാം കണ്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ദീപ്തി ഈ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്ത തെറ്റ് എനിക്ക് സമ്മതിക്കുന്നതുകൊണ്ട് എന്താ പ്രോബ്ലം? ഞാൻ ചെയ്തിട്ടില്ല. വരുണിനെ അങ്ങനെയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ ഞാനിങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ജയിലിൽ പോകാനുള്ള പേടി കൊണ്ടൊന്നുമല്ല. വരുണിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി മാത്രമാണ്. ഈ ദേഷ്യത്തിൽ ചേച്ചി എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് പറയുമ്പോൾ വേദ പറയുകയാണ്, എന്താ നീ ഇത് അച്ഛനോട് പറയോ? നീ അച്ഛനോട് ചെന്ന് പറ. അച്ഛൻ എന്നിട്ട് പോലീസിനെ വിളിച്ച് വിക്രമിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കൂ. ചെയ്താലും എല്ലാ തരത്തിലും നാണക്കേടും പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നത് അച്ഛന് തന്നെയല്ലേ? അച്ഛനൊരു കുറ്റവാളിയെ വീട്ടിൽ ഒളിപ്പിച്ചു എന്നല്ലേ നാട്ടുകാരെല്ലാം പറയാൻ പോകുന്നത്? ആകെ നാണക്കേടാവില്ലേ? അച്ഛൻ്റെ കരിയർ തന്നെ ബാധിക്കില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ വിക്രം ദീപ്തിയോട് പറയുകയാണ്, ദീപ്തി നീ ഞങ്ങളുടെ ഒപ്പം നിന്നാൽ വരുണിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ദീപ്തി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിക്രവും വേദയും ചേർന്ന് ഒരു ഐഡിയ ദീപ്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ദീപ്തി വാസവനെ കാണാനായിട്ട് വാസവന്റെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ അകത്തേക്ക് പോകുന്നത് കണ്ടിട്ട് വാസവന്റെ കൂടെ ഉള്ള ഒരാൾ അപ്പോൾ തന്നെ അത് ശ്രീകാന്തിന്റെ അമ്മായിപ്പനെ വിളിച്ച് പറയുകയാണ്. ദീപ്തി അകത്തേക്ക് ചെല്ലുമ്പോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് വാസവൻ. അപ്പോൾ ദീപ്തി അങ്കിൾ എന്ന് വിളിക്കാൻ വന്നിട്ട് പെട്ടെന്ന് അച്ഛാ എന്ന് വിളിക്കുമ്പോൾ വാസവൻ സന്തോഷത്തോടെ വാ മോളെ വാ ഇരിക്ക് എന്ന് പറഞ്ഞ് ദീപ്തി അകത്തോട്ട് ക്ഷണിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അവൾ ഇവിടെ ഇല്ല. അവൾക്ക് അവൻ്റെ ഓർമ്മകളുമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അവളോട് എന്ത് പറയാനാ? അവൾ ഈ വീട്ടിൽ വരുമ്പോൾ അവൻ ചെറുതല്ലേ. അവൻ പക്ഷേ അവളോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ലായിരുന്നു. വർഷങ്ങൾ കഴിയേ അവൻ ആൻറ്റി എന്ന് വിളിക്കാൻ തുടങ്ങി. എന്നിട്ടും അമ്മയെന്ന് വിളിച്ചില്ല. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കേക്ക് കൊണ്ടുവന്നിട്ട് ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മ എന്ന് പറയുന്ന കേട്ട് അവളുടെ മനസ്സ് നിറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ആ കേക്ക് കേട്ടി ആഘോഷിച്ചത്. ഇന്നും അതൊന്നും മറക്കാൻ പറ്റുന്നില്ല. പിന്നീട് എന്നോടുള്ള വൈരാഗ്യത്തിന് അവൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി വേണ്ടാത്ത പരിപാടിയെല്ലാം ഒപ്പിച്ചു. പക്ഷേ ഞങ്ങളൊന്നും മിണ്ടിയില്ല. എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അന്നത്തെ ആക്സിഡന്റിന് ശേഷം മോള് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ ഒരുപാട് മാറി. പിന്നെ നിങ്ങളുടെ വിവാഹം നടത്താൻ വേദിയും വിക്രവും കൂടെ ഉണ്ടെന്നൂടെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ അവൻ്റെ കൈകൊണ്ട് തന്നെ എൻ്റെ മകൻ ഇല്ലാതായെന്ന് പറഞ്ഞ് വാസവൻ കരയുമ്പോൾ ദീപ്തി പറയാണ്, അങ്ങനൊന്നും പറയല്ലേ അച്ഛാ. വിക്രമേട്ടൻ ഒരിക്കലും വരുണിനെ ഇല്ലാതാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ തമ്മിൽ ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നു. ഒരിക്കലും അത് സംഭവിക്കില്ല. പണ്ട് ഞാൻ വരുണിനെ വിശ്വസിച്ചിരുന്ന പോലെ വേദേച്ചിക്കും വിക്രമേട്ടനെ വിശ്വാസമാണ്. ഒരിക്കലും ഈ തെറ്റ് വിക്രം ചെയ്യില്ലെന്ന് തന്നെയാണ് വേദേച്ചി എന്നോട് പറയുന്നത്. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. പുള്ളിക്കനെ കണ്ടുപിടിക്കണം. പുള്ളിക്കന് സത്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ പുള്ളിക്കനെ കണ്ടുപിടിച്ച് പുള്ളിക്കൻ വിക്രമേട്ടൻ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം അച്ഛന് എന്ത് വേണമെങ്കിലും വിക്രമേട്ടന് ചെയ്യാം. ഞാൻ ഒന്നിലും ഇടപെടില്ല. പക്ഷേ അച്ഛൻ പുള്ളിക്കനെ കണ്ടുപിടിച്ച് സത്യം എന്താണെന്ന് അറിയണം. എന്നിട്ട് ഇനി എന്തും ചെയ്യാവൂ എന്ന് ദീപ്തി വാസവനോട് പറയുന്നു. വാസവനും അത് അംഗീകരിക്കുന്നു.
അടുത്തതായിട്ട് കാണിക്കുന്നത് അമ്മായിയച്ഛൻ എല്ലാ കാര്യങ്ങളും ശ്രീകാന്തിനോട് പറയുന്നു. ശ്രീകാന്ത് പറയാം, അച്ഛൻ ഇതെല്ലാം എങ്ങനെ കൃത്യമായിട്ട് അറിയുന്നു? അപ്പോൾ അമ്മായിയച്ഛൻ പറയുകയാണ്, അതിനെ അവിടെ എന്തായാലും ഒരാളെ നമ്മുടെ സൈഡിലാക്കണമെന്ന് ഞാൻ മുമ്പേ വിചാരിച്ചിരുന്നതാ. പേരും പ്രശസ്തിയും വേണം എന്ന് പറഞ്ഞ് ഇപ്പോഴും ആ പാർട്ടിയിൽ നടക്കുന്ന കുറേ എണ്ണം കാണും. വാസവൻ കാരണം ഉയർച്ചയിൽ എത്തിയില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ പണം കൊടുത്ത് കൈക്കലാക്കിയ ഒരാളാണ് ജോണി, വാസവന്റെ വലം കൈ, വിശ്വസ്തൻ. അതുകൊണ്ട് ജോണി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. ദീപ്തി അവിടെ ചെന്ന കാര്യം അപ്പോഴേ ജോണി എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇപ്പോൾ ദീപ്തി പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കനെ കണ്ടുപിടിക്കണമെന്നാ. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, പുള്ളിക്കനെ അന്നേ തീർത്താൽ മതിയായിരുന്നു, പക്ഷേ നമ്മളത് ചെയ്തില്ല. അതാ നമുക്ക് പറ്റിയ ഫാൾട്ട്. അല്ല, ദീപ്തിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ദീപ്തി ആരോ ഇളക്കി വിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അമ്മായിച്ചൻ പറയാണ്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ആ പുള്ളിക്കനെ കണ്ടുപിടിച്ച് അവനെ തീർത്ത് കളഞ്ഞേക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അതെങ്ങനെ നടക്കും? അവൻ എവിടാന്ന് അറിയില്ലല്ലോ. അപ്പോൾ അമ്മായിച്ചൻ പറയുന്നുണ്ട്, ജോണി അപ്പോഴുള്ള ന്യൂസ് നമ്മളെ വിളിച്ച് അറിയിക്കുമല്ലോ. അവർക്ക് കിട്ടുന്നതിന് മുൻപ് പുള്ളിക്കനെ നമുക്ക് കിട്ടണം, പിന്നെ കളി നമ്മുടെ കയ്യില എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രമിന്റെ കൂട്ടുകാരെ എല്ലാവരെയും കാണണം എന്ന് പറഞ്ഞ് വാസവൻ വിളിപ്പിക്കുകയാണ്. അങ്ങനെ അവർ വരുമ്പോൾ വാസവൻ ചോദിക്കുക, അല്ല വിക്രം എവിടാണെന്ന് നിങ്ങൾക്കറിയാവോ? അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട്, ഇല്ല, ആദ്യം ഒളിച്ചിരുന്ന താവളം എവിടാണെന്ന് നിങ്ങളെപ്പോലെ തന്നെ ആ സ്ഥലം ഞങ്ങൾക്കറിയായിരുന്നു, പക്ഷേ അവൻ അവിടെ നിന്ന് എങ്ങോട്ടാണ് രക്ഷപ്പെട്ടു പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ വാസവൻ പറയുകയാണ്, അവൻ്റെ കാലിൽ വെടിയുണ്ട കൊണ്ടതാ, അത് ഞാൻ കണ്ടതാ, പക്ഷേ അവനെ ആരോ അവിടെ നിന്ന് രക്ഷിച്ചു. അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. വാസവൻ ചോദിക്കുകയാണ്, വിക്രം തന്നെയാണോ ഇത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പോൾ രാജേട്ടൻ പറയാണ്, ഒരിക്കലും ഇല്ല, വിക്രം വരുണിൻ്റെയും ദീപ്തിയുടെയും കല്യാണം നടത്താൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്തായാലും പുള്ളിക്കിനെ കണ്ടുപിടിച്ചാലേ സത്യം എന്താണെന്ന് അറിയൂ. അപ്പോൾ വാസവനും പറയുന്നുണ്ട്, എങ്കിൽ പുള്ളിക്കനെ ഉടനെ തന്നെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, നമുക്ക് അവനെ കിട്ടണം, സത്യം എന്താണെന്ന് അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. അപ്പോൾ പെട്ടെന്ന് അനിക്കുട്ടൻ പറയുകയാണ്, ഞങ്ങളെ അവൻ്റെ ഫോട്ടോ വെച്ച് പിടികിട്ടാ പുള്ളിയാണെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു, അത് ഒരുപാട് ഷെയർ ചെയ്തിരുന്നു, ഞങ്ങൾക്ക് തന്നെ തിരിച്ചും ഷെയർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അതിലൊരു റിസൾട്ട് ഉണ്ടായി. നാഗർകോവിൽ വെച്ച് അവനെ ആരോ ഒരു കടയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പോൾ വാസവൻ പറയുകയാണ്, എങ്കിൽ പിന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നാഗർകോവിലേക്ക് വിട്ടോ, അവൻ തന്നെയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേ, എന്നിട്ട് ജോണിയും കൂടി നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ. എല്ലാം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. എന്തായാലും ശ്രീനിവാസനോട് ഇപ്പോൾ ഇതൊന്നും പറയാൻ പോകണ്ട, അവനെ എനിക്ക് തന്നെ വേണം. എൻ്റെ മകനെ ഇല്ലാതാക്കിയതാണെന്ന് ആരാണെന്ന് അവൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. ജോണി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് വേദ വിക്രമിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ സമയം വിക്രം ആരും കാണാതെ അമ്മയും അച്ഛനെയും കാണാനായിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് അച്ഛൻ മാഷ് പറയുകയാണ്, നീ സറണ്ടർ ആവണം. അപ്പോൾ അമ്മ പറയാണ്, നിങ്ങൾ എന്താ മാഷ ഈ പറയുന്നത്? അപ്പോൾ മാഷ് പറയുകയാണ്, അവൻ സറണ്ടർ ആവട്ടെ, അതിന് നീ എന്തിനാ ഭയക്കുന്നത്? വേദ എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലേ, അവൾ ഇവനെ രക്ഷിക്കും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ്റെ ഒപ്പം എപ്പോഴും വേദ ഉണ്ടാവും. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം അച്ഛനെയും അമ്മയും കണ്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വേദ തലേണ വെച്ച് വിക്രമിനെ അടിക്കുകയാണ്. പേടിപ്പിക്കുന്നോ എന്ന് ചോദിച്ചിങ്ങനെ അടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ വേദ, എൻ്റെ ചോരയോട് തന്നെയാണ് ഞാൻ പൊരുതുന്നത് എന്ന് സത്യം വിക്രമിനോട് പറയുന്നു. വിക്രം ശ്രീകാന്ത് ആണോ എന്ന് ചോദിക്കുമ്പോൾ വേദ സത്യങ്ങളെല്ലാം പറയുന്ന കേട്ട് വിക്രം ശ്രീകാന്തിനെ അടിക്കാനായിട്ട് പോകുന്നു. വേദ തടഞ്ഞു നിർത്തുന്നു. ഇവിടെ വെച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത്. അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂവിനായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. താങ്ക്